Welcome to today's lecture. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡി-അലംബർട്ട് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷനും ഫ്യൂ പ്രോബ്ലംസുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഈ ടോപ്പിക്ക് ഈ KTU സിലബസിൽ ആദ്യമായിട്ടാണ് ഈ ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഇതിനകത്തുനിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കാം എക്സാമിന് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേട്ട് ഈ ഡെറിവേഷൻ പഠിക്കുക. ഡി-അലംബർട്ട് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. സോ ഇതിന് മുമ്പേ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വെച്ചിട്ടാണ് സൊല്യൂഷൻ കാണാൻ പഠിച്ചത്. ഇത്തവണ നമുക്ക് ഡി-അലംബർട്ട് സൊല്യൂഷൻ, ഈ ഡി-അലംബർട്ട് സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അഗൈൻ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് വേവ് ഇക്വേഷൻ വേണമല്ലോ. സോ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ എ സ്ക്വയർ എന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ സി സ്ക്വയർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് പുതിയ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യുകയാണ്, വിച്ച് ഈസ് യു ആൻഡ് വി. ഓക്കെ, അപ്പോൾ ഇതിനെ യുവിൻ്റെ വിൻ്റെയും ടേംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് സോ യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടി എന്നും വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടി എന്നും എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം എന്ത് പറ്റും? സോ ദാറ്റ് വൈ എന്ന് പറയുന്നത് യുവിൻ്റെയും വിൻ്റെയും ഫംഗ്ഷനായി മാറും. ഓക്കെ, സോ യു വി എന്ന് പറയുന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. വേർ യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടി, വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടി. ഓക്കെ, ഇത് ഈ രീതിയിൽ തന്നെ എടുക്കണം. ഇതിങ്ങനെ എടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഇക്വേഷൻ യുവിൻ്റെയും വിൻ്റെയും ടേംസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതായത് വൈ എന്ന് പറയുന്നതിനെ നമ്മൾ യുവിൻ്റെയും വിൻ്റെയും ടേംസിലേക്ക് ആക്കി, വേർ ഈച്ച് ഓഫ് യു ആൻഡ് വി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് ടി. ഓക്കെ, അപ്പോൾ അതെന്തിനാ അങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്ന് നമ്മളിനി ഡോ വൈ ബൈ ഡോ എക്സും ഡോ വൈ ബൈ ഡോ ടിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സ്, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറിന് ഇക്വലൻ്റ് ആയിട്ട് യുവിൻ്റെയും വിൻ്റെയും ടേംസിൽ എങ്ങനെ വരും, അതേപോലെ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറിന് ഇക്വലൻ്റ് ആയിട്ട് യുവിൻ്റെയും വിൻ്റെയും ടേംസിൽ എങ്ങനെ വരുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ, അത് നല്ലതാണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് യുവിനെയും വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നതിന് രണ്ട് റൂട്ട്സ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. അതായത് വൈ ഡിപ്പെൻഡ്സ് ഓൺ യു ആൻഡ് യു ഡിപ്പെൻഡ്സ് ഓൺ എക്സ്, അതേപോലെ തന്നെ വൈ ഡിപ്പെൻഡ്സ് ഓൺ വി ആൻഡ് വി ഡിപ്പെൻഡ്സ് ഓൺ എക്സ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതായത് ഇഫ് ദർ ഇസ് എനി വേരിയബിൾ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, സേ സംതിങ് ലൈക്ക്, നമുക്കൊരു കാര്യം ചെയ്യാം, എം ഡിപ്പെൻഡ്സ് ഓൺ പി ആൻഡ് ക്യൂ എന്ന് വിചാരിക്കൂ. ഓക്കെ, എം ഡിപ്പെൻഡ്സ് ഓൺ പി ആൻഡ് ക്യൂ എന്ന് വിചാരിക്കും. അങ്ങനെ ആണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതുക? ഡോ, അതായത് ഡി എം എന്ന് പറയുന്നത് ഡോ എം ബൈ ഡോ പി ഇൻറ്റു ഡി പി പ്ലസ് ഡോ എം ബൈ ഡോ ക്യൂ ഇൻറ്റു ഡി ക്യൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും നമ്മൾ ആ വേരിയബിൾ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ബ്രാഞ്ചസ് വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് അല്ലേ. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, ഈ രീതിയിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ്, അതായത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ആക്ച്വലി എങ്ങനെ എഴുതാം? ഡോ വൈ ബൈ ഡോ എക്സ് ഓഫ് ഡോ വൈ ബൈ ഡോ എക്സ് അല്ലേ. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറിനെ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് എഴുതാം അല്ലേ. ഈ ഡോ വൈ ബൈ ഡോ എക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ആ എക്സ്പാൻഡഡ് വേർഷൻ, അതായത് ഡോ വൈ ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് അല്ലേ.
ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടി ആണ്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും 1 ആണ് അല്ലേ? അതേപോലെ വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടി ആണ്. അപ്പോൾ ഡോ യു ബൈ ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും 1 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് 1 എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ ഡോ യു ബൈ ഡോ എക്സിന് പകരം 1 എന്ന് കൊടുക്കാം, ഡോ വി ബൈ ഡോ എക്സിന് പകരം 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഡോ വൈ ബൈ ഡോ യു പ്ലസ് ഡോ വൈ ബൈ ഡോ വി എന്ന് മാത്രം കിട്ടും അല്ലേ? ഇനി പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ? അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ അകത്തോട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ അഗെയിൻ അകത്തോട്ട് കൊടുക്കുന്നതിന് പകരം സോ ദിസ് ഇസ് ലൈക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് സംതിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഡോ ബൈ ഡോ യു ഓഫ് ദാറ്റ് സംതിങ് പ്ലസ് ഡോ ബൈ ഡോ വി ഓഫ് ദാറ്റ് സംതിങ് എന്നേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ഇതേ പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്താൽ മതി. ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡോ ബൈ ഡോ യു ഓഫ് ദാറ്റ് പ്ലസ് ഡോ ബൈ ഡോ വി ഓഫ് ദാറ്റ് അല്ലേ? അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് സംതിങ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ യു ഓഫ് ദാറ്റ് സംതിങ് പ്ലസ് ഡോ ബൈ ഡോ വി ഓഫ് അതേ സംതിങ്. ആ സംതിങ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ വലിയ എക്സ്പ്രഷനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യാം? അപ്പോൾ ഈ ഡോ ബൈ ഡോ യു ഓഫ് ഡോ സ്ക്വയർ, അപ്പോൾ ഡോ ബൈ ഡോ യു ഓഫ് ഡോ വൈ ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ അല്ലേ? അതേപോലെ ഡോ ബൈ ഡോ യു ഓഫ് ഡോ വൈ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി. അതേപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി ഡോ യു. അതേപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ അല്ലേ? അതങ്ങനെ ബ്രാക്കറ്റും എല്ലാം സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ വരും. ഈ നടുവിൽ നമ്മൾ പറഞ്ഞു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വിയും ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി ഡോ യു ഇത് രണ്ടും ഈക്വലൻ്റ് ആയത് കാരണം നമുക്ക് അതിന് 2 ടൈംസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്ന എക്സ്പ്രഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്ക് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ ബൈ ഡോ ടി ഓഫ് ഡോ വൈ ബൈ ഡോ ടി അല്ലേ? ഈ ഡോ വൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡോ വൈ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ച പോലെ തന്നെ ഡോ വൈ ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ ടി പ്ലസ് ഡോ വൈ ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞ് എഴുതും. ഈ ഡോ യു ബൈ ഡോ ടിയുടെ വാല്യൂ എത്രയാണ്? സി. ഡോ വി ബൈ ഡോ ടിയുടെ വാല്യൂ എത്രയാണ്? നെഗറ്റീവ് സി. ഓക്കെ, അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ വൈ ബൈ ഡോ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി സി ഇൻറ്റു ഡോ യു ബൈ ഡോ ടി മൈനസ് സി ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു മൈനസ് സി ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി. ഈ എക്സ്പ്രഷൻ കിട്ടും അല്ലേ? അപ്പോൾ ഇന്ന് സി കോമൺ പുറത്തെടുത്തിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് സി ഇൻറ്റു സംതിങ്. ഈ സീനെ ഞാൻ പുറത്തെടുക്കുകയാണ്. അല്ലെങ്കിൽ സി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഈ എക്സ്പ്രഷൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഡോ ബൈ ഡോ ടി ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സി ഇൻറ്റു ഡോ ബൈ ഡോ യു ഓഫ് സംതിങ് മൈനസ് സി ഇൻറ്റു ഡോ ബൈ ഡോ വി ഓഫ് ദാറ്റ് സംതിങ് എന്ന് വേണം എഴുതാൻ അല്ലേ? സി ഇൻറ്റു ഡോ ബൈ ഡോ യു ഓഫ് സംതിങ് മൈനസ് സി ഇൻറ്റു ഡോ ബൈ ഡോ വി ഓഫ് അതേ സംതിങ്. ആ സംതിങ് എന്ത് തന്നെ ആയാലും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആ സംതിങ് എന്ന് പറയുന്ന ഈ വലിയ എക്സ്പ്രഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ കൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അതായത് സി ഇൻറ്റു ഈ ഡോ ബൈ ഡോ ടീനെ മാറ്റി നമ്മൾ സി ഇൻറ്റു ഡോ ബൈ ഡോ യു ഇൻറ്റു ഈ ബ്രാക്കറ്റിലെ സാധനം മൈനസ് സി ഇൻറ്റു ഡോ ബൈ ഡോ വി ഇൻറ്റു ഈ ബ്രാക്കറ്റിലെ സാധനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓക്കെ, ഇനി ഇതിനെയൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് പറ്റും? എല്ലായിടത്തും ഒരു സി സ്ക്വയർ വരും. കാരണം ഇവിടെ ഈ സിയും കൂടെ കോമൺ പുറത്തെടുക്കുമ്പം സി സ്ക്വയർ ആയി. ഇനി എല്ലാത്തിൻ്റെ കൂടെ സി സ്ക്വയർ വരുമേ. അപ്പോൾ ഡോ ബൈ ഡോ യു ഓഫ് ഡോ വൈ ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ. അതുപോലെ മൈനസ് സി സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി. അതേപോലെ മൈനസ് സി സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി ഡോ യു. അതേപോലെ പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ, പ്ലസ് സി സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ. ഇനി ഇതെല്ലാം കൂടെ ഈ മിഡിലെ 2 ടേംസും കൂടെ നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എഴുതാം. അങ്ങനെ 2 ടൈംസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
അങ്ങനെ സിംപ്ലിഫൈഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ കോമൺ പുറത്തുണ്ടാവും ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറിനുള്ള എക്സ്പ്രഷൻ കിട്ടിയത്. ഇനി ഇത് ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേവ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ പ്ലസ് 2 ടൈംസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ അല്ലേ. അതേപോലെ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ മൈനസ് 2 ടൈംസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ അല്ലേ. ഇനി നമ്മുടെ വേവ് ഇക്വേഷൻ എന്താണ്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലേ. ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പകരം ഇതിട്ട് കൊടുക്കണം, ഇതിന് പകരം ആ മുകളിലത്തെ ആ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ മൈനസ് 2 ടൈംസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ സി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുന്നു ഇൻറ്റു വീണ്ടും ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ പ്ലസ് 2 ടൈംസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ ആയില്ലേ. പിന്നെ ഇത് രണ്ടും കട്ട് ചെയ്യാമല്ലോ. ഇത് കട്ടായി പോവും, ഇത് കട്ടായി പോവും. പിന്നെ ആകെയുള്ളത് എന്താണ്? 2 + 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4 ടൈംസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി എന്ന് പറയുന്നത് 0 ആണ്. എന്ന് വെച്ചാൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി 0 ആണ് എന്ന് കിട്ടും. റൈറ്റ്? ഓക്കെ, അത് കിട്ടി. ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി 0 ആണെന്ന് കിട്ടും. ഇവിടെ വേറെ ഒരു വ്യത്യസ്തമായ സ്റ്റെപ്പാണ് എഴുതിയിട്ടുള്ളത്. സിമ്പിളായിട്ട് അങ്ങനെ ചെയ്താൽ മതി, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെട്ടിക്കളഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ, കാരണം നമുക്ക് y ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താലല്ലേ y കിട്ടുള്ളൂ. ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വി. വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ വൈ ബൈ ഡോ യു മാത്രം ബാക്കി കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്, പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റൻറ്റിൽ നമുക്ക് എഫ് ഓഫ് യു എന്ന് കിട്ടും അല്ലേ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറയുമ്പം അവിടെ കിട്ടുന്ന കോൺസ്റ്റൻറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് യു അല്ലേ. അതേസമയം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത് എങ്കിലോ നമുക്കിവിടെ ഡോ വൈ ബൈ ഡോ വി ഈക്വൽ ടു എഫ് ഓഫ് വി എന്ന് കിട്ടിയല്ലേ. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. നൗ അഗെയിൻ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു യു എന്നാലല്ലേ നമുക്ക് മുഴുവനായിട്ട് കളയാൻ പറ്റുള്ളൂ. യു വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻ്റ് എന്താണെങ്കിൽ വിയുടെ ടേംസിലായിരിക്കും അല്ലേ. അങ്ങനെയാണല്ലോ സാധാരണ വരിക. ജസ്റ്റ് ഒരു ജനറൽ ടേംസിൽ അങ്ങനെ എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, സം ടൈംസ് നമുക്ക് കോൺസ്റ്റൻ്റ് കിട്ടാം, ബട്ട് നമ്മളൊരു ജനറൽ ഫോർമാറ്റിൽ അങ്ങനെ എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് യു ഡി യു പ്ലസ് നമുക്കതിനെ സൈ ഓഫ് വി എന്ന് വിളിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഇൻ്റഗ്രൽ എഫ് ഓഫ് യു ഡി യുവിനെ മാറ്റിയിട്ട് നമുക്കതിനെ ഫൈ ഓഫ് യു എന്ന് വിളിക്കാം. എന്തായാലും യുടെ ടേംസിലാണല്ലോ കിട്ടാൻ പോകുന്നത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് നമുക്ക്, അതായത് വൈ ഓഫ് എക്സ് കോമ ടി അല്ലെങ്കിൽ വൈ ഓഫ് യു കോമ വി ആണ് ഇപ്പോൾ തൽക്കാലം. ആ വൈ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫൈ ഓഫ് യു പ്ലസ് സൈ ഓഫ് വി എന്ന് കിട്ടി അല്ലേ. അല്ലെങ്കിൽ വൈ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? ഫൈ ഓഫ് എക്സ് പ്ലസ് സി ടി പ്ലസ് സൈ ഓഫ് എക്സ് മൈനസ് സി ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതങ്ങനെ ഇരിക്കട്ടെ, ഇത് ആവശ്യം വരും. ഇത് മാർക്ക് ചെയ്ത് വെച്ചോ, നോട്ട് ദ പോയിന്റ്. ഇനി അടുത്തത്
അപ്പോൾ ഇതാണ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ വേവ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മളിവിടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലേ. നമുക്കപ്പോൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ബൗണ്ടറി അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ അതിനെ f(x) എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാലല്ലേ നമുക്ക് ബാക്കി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ∂y/∂t. അപ്പോൾ ഇവിടെ y കിട്ടിയല്ലോ, y(x, t). ഇതിൽ നിന്ന് നമ്മൾ ∂y/∂t എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ φ'(x + ct) × c അല്ലേ. അതേപോലെ ψ'(x - ct) × -c. അതാണ് ∂y/∂t. ∂y/∂t at t = 0 എന്ന് പറയുമ്പോൾ ഇവിടെ t വരുന്നോടത്തൊക്കെ 0 കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റി? c × φ'(x - ψ'(x) എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് വെച്ചാൽ φ' = ψ' എന്ന് കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി അതേപോലെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് t വരുന്നിടത്തൊക്കെ 0 കൊടുക്കുമ്പോൾ φ(x + ψ(x) = f(x) എന്ന് കിട്ടും അല്ലേ. φ(x + ψ(x) = f(x) എന്ന് കിട്ടും. അതേപോലെ ഈ φ' = ψ' എന്ന് പറഞ്ഞില്ലേ, ഇതിനെ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് φ(x = ψ(x + some constant k) എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് അതാണ് കിട്ടുന്നത്. അതേപോലെ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ φ(x) മാറ്റിയിട്ട് അതിനെ ψ(x + k) എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? 2 times ψ(x + k) = f(x) എന്നാണ് അതിനെ നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഈ രണ്ട് എക്സ്പ്രഷനും കൂടെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ 2 times ψ(x + k) = f(x) എന്ന് കിട്ടും. ഓർ ഇൻ അതർ വേർഡ്സ് ψ(x) എന്ന് പറയുന്നത് എന്താണ്? f(x - k) /2, അല്ലെങ്കിൽ ആ ഹാഫിനെ ജസ്റ്റ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് ½ × f(x - k) എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി ഇത് ഇന്ന് φ(x) എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂ പ്ലസ് k അല്ലേ. അത് ഞാൻ എഴുതി കാണിച്ചു തരാം. നമുക്ക് ψ(x) എന്ന് പറയുന്നത് ½ × f(x - k) എന്നാണ് കിട്ടിയത്. ψ(x) എന്ന് പറയുന്നത് ½ × f(x - k) എന്ന് കിട്ടി. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ φ(x) കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ψ(x + k) എന്നാണല്ലോ നമ്മൾ കിട്ടിയത്. ആ ψ(x)ന് പകരം ½ × f(x - k) എന്ന് കൊടുക്കുക, പ്ലസ് k. ഓക്കെ, അതായത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. ½ × f(x - ½ k + k) എന്ന് വെച്ചാൽ എന്താണ്? ½ × f(x + ½ k അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ½ × f(x + k. റൈറ്റ്? യാ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ φ(x) എന്ന് പറയുന്നത്. അപ്പോൾ ψ(x) എന്ന് പറഞ്ഞാൽ ½ × f(x - k), φ(x) എന്ന് പറഞ്ഞാൽ ½ f(x × ½ × f(x + k). ഓക്കെ, അങ്ങനെ ψ(x)ൻ്റെയും φ(x)ൻ്റെയും എക്സ്പ്രഷൻ കിട്ടി. ഇതിൻ്റെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സൊല്യൂഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ φ(x) എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ φ(x + ct) എന്ന് പറയുന്നത് എന്താണ്? φ(x + ct) എന്ന് പറയുമ്പോൾ ഇവിടെ x വരുന്നിടത്തേക്ക് x + ct റീപ്ലേസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവിടെ അവർ φ(x) എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് φ(x) ബട്ട് ഇറ്റ് ഈസ് y. ഓക്കെ, y(x, t) ആണ്. അപ്പോൾ φ(x)ഉം ψ(x)ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ y(x, t)യിലേക്ക് അത് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. നമുക്ക് എന്താ കിട്ടിയ? φ(x + ct + ψ(x - ct) എന്നാണ് കിട്ടിയത്. φ(x + ct)ക്ക് പകരം ½ × f(x + ഓക്കെ f(x) അല്ല x + ct ബ്രാക്കറ്റിൽ പ്ലസ് k അല്ലേ, പ്ലസ് ½ × f(x - ct - k അല്ലേ. ഈ ഹാഫൊക്കെ എടുത്ത് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ കോമൺ ആക്കി ഈ ഹാഫ് മൊത്തത്തിൽ പുറത്തെടുത്തു. അപ്പോൾ f(x + ct + k പ്ലസ് f(x - ct - k പ്ലസ് k - k വെട്ടിപ്പോയില്ലേ. ബാക്കി എന്തേ ഉള്ളൂ? ½ f(x + ct
പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് സി ടി എന്ന് കിട്ടും. സോ ദിസ് ഇസ് അവർ ഫൈനൽ സൊല്യൂഷൻ. അപ്പോൾ D'Alembert സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് സി ടി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സൊല്യൂഷൻ. അതാണ് D'Alembert സൊല്യൂഷൻ. അപ്പോൾ അത് വെച്ച് നമ്മളെങ്ങനെ പ്രോബ്ലം ചെയ്യുന്നത്? അതായത് ഫൈൻഡ് ദ ഡെഫിനിഷൻ ഓഫ് എ വൈബ്രേറ്റിംഗ് സ്ട്രിങ് ഓഫ് യൂണിറ്റ് ലെങ്ത് ഹാവിംഗ് ഫിക്സഡ് എൻഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആൻഡ് ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ ഇതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, D'Alembert's മെത്തേഡ് ഉപയോഗിച്ച് നമ്മളിവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ D'Alembert's മെത്തേഡ് വെച്ചിട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് സി ടി അല്ലേ. ഈ എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്പ്രഷനിൽ എക്സ് വരുന്നിടത്തൊക്കെ എക്സ് പ്ലസ് സി ടി വെച്ച് റീപ്ലേസ് ചെയ്യുക. അതേപോലെ എക്സ് മൈനസ് സി ടി എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് വരുന്നിടത്തൊക്കെ എക്സ് മൈനസ് സി ടി റീപ്ലേസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിൽ ഈ എക്സ്പ്രഷൻ പ്ലസ് ഈ എക്സ്പ്രഷൻ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ കെ കോമൺ ആണ്, അത് പുറത്തെടുത്ത്. ഇനി വേറൊരു സൂത്രം കൂടെ ഉണ്ട് ഇവിടെ. സൈൻ എക്സ് പ്ലസ് സി ടി ഇൻറ്റു സൈൻ എക്സ് മൈനസ് സി ടി അല്ല, സൈൻ എക്സ് പ്ലസ് സി ടി പ്ലസ് സൈൻ എക്സ് മൈനസ് സി ടി എന്ന സംഭവത്തിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. അതായത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് സി ടി പ്ലസ് സൈൻ എക്സ് മൈനസ് സി ടി ഓക്കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ല, ഇതിൻ്റെ ഒരു ഹാഫ് കൂടെ ഉണ്ട്. ഹാഫ് ഇൻറ്റു ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് സി ടി പ്ലസ് എക്സ് മൈനസ് സി ടി ബൈ 2 കോസ് എക്സ് പ്ലസ് സി ടി മൈനസ് എക്സ് മൈനസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയില്ലേ ബൈ 2 അല്ലേ. അതായത് സൈൻ 2x ബൈ 2 എന്ന് വെച്ചാൽ എക്സ് തന്നെ, ഇവിടെയോ എക്സും എക്സും വെട്ടിപ്പോയി. അപ്പോൾ 2 സി ടി ബൈ 2 എന്ന് വെച്ചാൽ സി ടി കോസ് സി ടി എന്ന് കിട്ടുക. അതാണ് ഇവിടെ സൈൻ എക്സ് കോസ് സി ടി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. ആ ഹാഫും വാങ്ങിച്ചു വെക്കാൻ, ആ ഹാഫും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടിയത്. കെ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പുറത്ത് തന്നെ വെക്കുകയാണേ, കെക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ മൈനസ്, ഇവിടെ ഈ രണ്ട് ടേംസിനെയും കമ്പൈൻ ചെയ്തിട്ട് മൈനസ് ഒന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അതേപോലെ തന്നെ സൈൻ 2 ഇൻറ്റു എക്സ് പ്ലസ് സി ടിയും 2 ഇൻറ്റു എക്സ് മൈനസ് സി ടിക്ക് ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതേ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് സൈൻ 2x കോസ് 2 സി ടി എന്ന് പറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ D'Alembert സൊല്യൂഷനായിട്ട് നമുക്ക് ഇതാണ് കിട്ടിയത്. കെ ഇൻറ്റു സൈൻ എക്സ് കോസ് സി ടി മൈനസ് സൈൻ 2x കോസ് 2 സി ടി. ഓക്കെ ഓക്കെ ഇനി നമുക്കിതെങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക? ഇതന്നെയാണോ ശരിയെന്ന്? നമുക്ക് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ, അതായത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y ഓഫ് എക്സ് കോമ 0 എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ ആണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് y ഓഫ് എക്സ് കോമ 0 കണ്ടുപിടിച്ചിട്ട് ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് പരിശോധിക്കാം അല്ലേ. അപ്പോൾ y ഓഫ് എക്സ് കോമ 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുത്തേ, ടി വരുന്നിടത്തൊക്കെ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചെന്താ ക്വസ്റ്റ്യൻ തന്നെയല്ലേ കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് തന്നെയല്ലേ കിട്ടുന്നത്? യെസ്, ദാറ്റ് കണ്ടീഷൻ ഇസ് വെരിഫൈഡ്. അതേപോലെ ഡോ വൈ ബൈ ഡോ ടി അറ്റ് ടി ഈക്വൾ ടു 0 ആണെന്നാണ് അവർ പറയുന്നത്. ഇതിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുത്തേ, എന്നിട്ട് അവിടെ ടി വരുന്നിടത്തൊക്കെ 0 ഇട്ട് കൊടുത്തേ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് പറ്റി? ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. ഇനി ഇവിടെ ടി വരുന്നിടത്തൊക്കെ 0 ഇടുമ്പോഴേക്കും എന്ത് പറ്റി? ഇത് ഫുൾ ടേം 0 ആയി പോയില്ലേ? യെസ്, അപ്പോൾ അവർ പറഞ്ഞ ആ കണ്ടീഷനും വെരിഫൈഡ് ആണ് അല്ലേ. യെസ്, ദെർഫോർ ബൗണ്ടറി കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര സിമ്പിളാണ് ഇതിലെ പ്രോബ്ലംസ്. അതേപോലെ തന്നെ ഈ സെക്കൻഡ് പ്രോബ്ലം ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം സൊല്യൂഷൻ അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് അതിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇട്ട് കൊടുക്കുന്നു. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി എന്ന് പറഞ്ഞാൽ എക്സ് വരുന്നിടത്തൊക്കെ എക്സ് പ്ലസ് സി ടി ആയിട്ട് കൊടുക്കുക. അതേപോലെ എക്സ് മൈനസ് സി ടി എന്ന് പറഞ്ഞാൽ എക്സ് വരുന്നിടത്തൊക്കെ എക്സ് മൈനസ് സി ടി റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന സിംപ്ലിഫൈഡ് ആൻസർ എന്താണോ അതിവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഈ ബൗണ്ടറി കണ്ടീഷൻസ്
അല്ല ഇനീഷ്യൽ കണ്ടീഷൻസ് കറക്റ്റാണോ എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, സോ ഈ സെക്കൻഡ് പ്രോബ്ലം ഈ തേർഡ് പ്രോബ്ലം ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഡി.എലംബർട്ട്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.